കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഇന്ന് വിദഗ്ധ പരിശോധന നടക്കും. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. UPS റൂമിൽ പുക ഉയർന്നതിന് പിന്നാലെ രോഗികൾ ശ്വാസം കിട്ടാതെ മരിച്ചെന്ന ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളി. പുക ശ്വസിച്ചതല്ല മരണകാരണമെന്നാണ് വിശദീകരണം. പൊട്ടിത്തെറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നും DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. കേശുവാലിറ്റിയിൽ അവിടെ ഉണ്ടാകാൻ പാടുണ്ടോ? ഏറെ ഗൗരവത്തോടു കൂടി കാസൂക്ഷിക്കേണ്ട പരീക്ഷിക്കേണ്ട സാധനമല്ലേ കേശുവാലിറ്റി. അപ്പോൾ ഉണ്ടായി. എന്നാൽ എത്ര രോഗികൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് ഇവർ പറയട്ടെ? എത്ര രോഗികൾ ഏതെല്ലാം ആശുപത്രിയിലുണ്ട്, വീട്ടിലേക്ക് എത്ര ആളുകൾ വിട്ടുപോയി എന്ന് കൃത്യം കണക്കുണ്ടോ? ഈ നിമിഷം വരെ കിട്ടും. ഞാൻ ഇന്ന് രാവിലെ പ്രിൻസിപ്പൽ വിളിച്ചിട്ടാണ് പറഞ്ഞത്, കൃത്യമായ കണക്ക് ഇപ്പോഴും ആയിട്ടില്ല. അടിയന്തരമായി ഇന്ന് തന്നെ ബദൽ സംവിധാനം ഉണ്ടാക്കണം, കേശുവാലിറ്റി പ്രവർത്തിക്കണം, മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം, സമഗ്രമായ അന്വേഷണം വേണം. ഒരു മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന്, ഒപ്പം തന്നെ മിഥില ബാലൻ. വിശദാംശങ്ങളുമായി ആദ്യം മിഥില ബാലനിലേക്കാണ്. മിഥില, മരണകാരണം എന്ത് എന്നുള്ളതിലുള്ള ആരോപണം, അതിനുള്ള മറുപടി, അതെല്ലാം ഇപ്പോൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഏത് സാഹചര്യത്തിലാണ് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത്? ഏറ്റവും പുതിയതായി നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെ? അനുജ, കുടുംബത്തിന്റെ പരാതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളത്. നിലവിൽ 4 പേരുടെ മൃതദേഹമാണ് കോഴിക്കോട് കാഷ്വാലിറ്റിയിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളായ വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, ഇദ്ദേഹത്തിൻ്റെ മരണത്തിലാണിപ്പോൾ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അപകടത്തിന് പിന്നാലെ വെന്റിലേറ്റർ സഹായം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മരണം സംഭവിച്ചു എന്നായിരുന്നു കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ മോർച്ചറിക്ക് മുന്നിലാണ്. 9:30 പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ കുടുംബം ഉന്നയിക്കുന്ന പരാതി അല്ലെങ്കിൽ ആരോപണം, അതെല്ലാം എത്രത്തോളം ഈ ആരോപണം ശരിയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അനൂജ, അഭിജിത്ത് മുഴക്കുന്ന് കൂടിയുണ്ട്. അഭിജിത്ത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് ഈ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്ന സാഹചര്യം എന്താണ്? അനുജ, ഇതിൽ 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, അതായത് UPS റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് അത് പുക ഉയരാൻ കാരണമായി എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു നിഗമനം, പ്രാഥമികമായ ഒരു കണ്ടെത്തൽ. അതങ്ങനെ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം അനുജ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ 4 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് ഈ അപകടം നടന്നതിന് പിന്നാലെ 4 മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ മൃതദേഹങ്ങളെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉയർന്നു വന്നത്. ആ മരണങ്ങൾ സംഭവിച്ചത് പുക ശ്വസിച്ചാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നു. ഏതായാലും അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലിപ്പോൾ അനുജ ചോദിച്ചതുപോലെ തന്നെ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുടുംബം പരാതി നൽകുന്നതിനനുസരിച്ച് കൂടുതൽ കേസുകൾ, കൂടുതൽ FIR-കൾ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ മുഴുവൻ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമാകും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്യുക. ഇത് പുക ശ്വസിച്ചത് കൊണ്ടുള്ള മരണമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തത വരിക. കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അതിനു പിന്നാലെ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. 5 പേരുടെ മരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. അത് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഗംഗയാണ്. പിന്നീട് 4 പേരുടെ മരണം, അതിൽ ഒരു വിഷം കഴിച്ചുള്ള ആത്മഹത്യയുണ്ട്. അവരുടെ മരണം T. സിദ്ദിഖ് MLA ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അവർ വെന്റിലേറ്ററിലായിരുന്നു. അവരെ ഈ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിനിടെയാണ് അവർക്ക് മരണം സംഭവിച്ചത് എന്നുള്ളതായിരുന്നു T. സിദ്ദിഖ് MLA-യുടെ ആരോപണം. പക്ഷെ അങ്ങനെയല്ല മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. അവരും ഈ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് അവർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അത് നേരത്തെ തന്നെ സംഭവിച്ചതാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ പുക ശ്വസിച്ചല്ല അവർക്ക് മരണമുണ്ടായത് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ ഏതായാലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് അക്കാര്യത്തിൽ വ്യക്തത വരിക. നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കാഷ്വാലിറ്റി വിഭാഗം സീൽ ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നില്ല. പകരം ബീച്ച് ആശുപത്രിയിലാണ് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ പഴയ കാഷ്വാലിറ്റിയിലും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൂടുതൽ രോഗികളെ മാറ്റിയിട്ടുള്ളത് ബീച്ച് ആശുപത്രിയിലാണ്. അവിടെ ഒരു സംഘം തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു സംഘം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ തന്നെ
ഇവിടേക്ക് എത്തുന്ന നേരത്തെ നമ്മൾ രാവിലെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കണ്ട കാഴ്ച ഒട്ടേറെ പേർ ഈ സംഭവം അറിയാതെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ ഇവിടെയുള്ള സെക്യൂരിറ്റി സുരക്ഷാ ജീവനക്കാരൊക്കെ തന്നെ മടക്കി അയക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ആരോപണം ശക്തമാകുന്നത്. കാരണം ഇതിനൊരു ബദൽ സംവിധാനം, ഇതിനൊരു പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാഷ്വാലിറ്റിയിലാണ് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് എത്തുന്ന രോഗികൾക്ക് മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ച് ഇവിടേക്ക് എത്തുന്ന രോഗികൾക്ക് എന്തെങ്കിലും മറ്റ് മാർഗങ്ങൾ, ബദൽ മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. കൂടാതെ തന്നെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് ആരൊക്കെ എവിടെയൊക്കെയാണ് ഇപ്പോൾ രോഗികൾ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അധികൃതർ വരുത്തണം. കൂടാതെ ചില ഘടനയുമായി, ആശുപത്രിയുടെ ഘടനയുമായി, നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയത്തിനകം ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപായി ഇവിടേക്ക് എത്തും. മെഡിക്കൽ ബോർഡ് യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷമാകും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. അനുജ, മിഥില ഒരിക്കൽ കൂടിയുണ്ട്. മിഥിലയിലേക്ക് എത്താം. അഭിജിത്ത് മുഴക്കം തുടരുന്നുണ്ട്. അഭിജിത്ത്, ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതൊക്കെ വളരെ നിർണായകമാണല്ലോ. എന്താണ് മരണകാരണം എന്നതൊക്കെ അറിയുന്നതിൽ? തീർച്ചയായും അനുജ, അക്കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 5 മരണങ്ങളിൽ 2 പേർ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവർ ഇവിടെ എത്തിയതാണ്. അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. അതിലൊരാൾ ഇവിടെ എത്തിക്കുമ്പോഴേക്ക് തന്നെ മരിച്ചിരുന്നു എന്നാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. അവരുടേത് സ്വാഭാവികമായും ഒരു നടപടിക്രമം എന്ന നിലയിൽ അവരുടേത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകും. പക്ഷേ ബാക്കി മരണങ്ങൾ, അതിലാണിപ്പോൾ കുടുംബം പരാതിയുമായി എത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആ മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാഹചര്യമാണ് തെളിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയുണ്ടാകും. ഈ ആരോപണങ്ങളൊക്കെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുക ശ്വസിച്ചുള്ള മരണമല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം. ഏതായാലും അക്കാര്യത്തിൽ അനുജ ചോദിച്ചതുപോലെ തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ റിപ്പോർട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.